ബടമോനെ കയറ് എന്ന് പറഞ്ഞായിരുന്നു മനുമച്ചാൻ രാവിലെ തന്നെ വീട്ടിലേക്ക് വന്നത്. ഒന്നും നോക്കിയില്ല, അവൻ്റെ വണ്ടീൻ്റെ പുറകെ കയറിയിരുന്നു കേട്ടോ. അപ്പം തന്നെ എനിക്ക് മനസ്സിലായി ഇതെന്തോ പോസ്റ്റ് ആക്കാനുള്ള പോക്കാണെന്ന്. അതുകൊണ്ടാണ് എൻ്റെ മുഖത്ത് ഇത്രയും ചിരി കാണുന്നത് കേട്ടോ. നമ്മൾ നേരെ പോയത് പുൽപ്പള്ളിക്കായിരുന്നു കേട്ടോ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുവിൻ്റെ വീട്ടിലേക്ക് ഒരു ഗ്യാസ് സ്റ്റവ് എടുക്കണേ, അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത്. പക്ഷേ ഇതിനകത്ത് ട്വിസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മനുവിൻ്റെ സാധനം മേടിക്കണമെങ്കിൽ കടയായ കട മൊത്തം കയറി ഇറങ്ങണം കേട്ടോ. എന്നിട്ട് ലാസ്റ്റ് ഒരു ഡിസിഷൻ ആളെടുക്കുള്ളൂ കേട്ടോ. അതാണ് മനുവിൻ്റെ സ്പെഷ്യാലിറ്റി. അതുകൊണ്ട് തന്നെ നല്ല പോസ്റ്റ് ആവും കേട്ടോ ഈ ഒരു ഷോപ്പിംഗ് കഴിയുമ്പോഴേക്ക്. ഏകദേശം ഒരു ഉച്ച സമയമായിട്ടോ നമ്മൾ ആദ്യത്തെ ഷോപ്പിലേക്ക് എത്തുമ്പോഴേക്ക് അപ്പം തന്നെ നല്ല ക്ലൈമറ്റ് ആയിരുന്നു, തണുപ്പുണ്ടായിരുന്നു കേട്ടോ. വയനാട്ടിൽ ഇത്തവണ ഒടുക്കത്തെ തണുപ്പാട്ടോ. അതുമാത്രമല്ല പുൽപ്പള്ളി കാണാൻ പ്രത്യേക ഭംഗിയായിരുന്നു കേട്ടോ. ആ ടൈമിൽ ഷോപ്പിൽ ഒരു കുറുമി ഉണ്ടായിരുന്നു കേട്ടോ. കുറേ നേരം അവളെ കളിപ്പിച്ചിരുന്നേ. എനിക്ക് പിള്ളേരെയൊക്കെ ഒത്തിരി ഇഷ്ടം കേട്ടോ. അവിടുന്ന് നമ്മൾ നേരെ പോയത് യൂസ്ഡ് നോക്കാനായിരുന്നു കേട്ടോ. യൂസ്ഡ് നോക്കാൻ പോയപ്പോൾ അവിടെ നല്ലതൊന്നുമില്ല. പിന്നെ ഈ ചെയർ കണ്ടു കേട്ടോ. ഈ ചെയർ എനിക്ക് ഭയങ്കരമായിട്ട് നഷ്ടം പിടിച്ചേ. പുറത്തിറങ്ങി വണ്ടി കയറിയില്ല. കുറേ ചെക്കന്മാർ ഞങ്ങളെ വളഞ്ഞു കേട്ടോ. അമ്മമാർക്ക് വേണ്ടത് ബ്ലഡ് ഡൊണേഷൻ ആയിരുന്നു കേട്ടോ. എൻ്റെ ബ്ലഡ് വേണ്ടെന്ന് പറഞ്ഞു, മനുവിൻ്റെ വേണമെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെ അങ്ങനെ ആവട്ടെ എന്ന് പറഞ്ഞ് മനു പേര് എഴുതി കൊടുത്തു കേട്ടോ. പിന്നെ നമ്മൾ പോയത് വേറൊരു ഷോപ്പിലേക്കായിരുന്നേ. ജോമരിയ ബാറിൻ്റെ ഓപ്പോസിറ്റ് ആട്ടോ ഈ ഷോപ്പ് വരുന്നത്. ഇവിടെ നമ്മൾ മുന്നേ പോയിട്ടുണ്ട്. ഇവിടത്തേക്കാളും ബെറ്റർ ഓൺലൈനാണെന്ന് തോന്നിയ കാരണം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിട്ടോ. പിന്നെ നമ്മൾ കുറച്ച് കൊറിയർ അയക്കാണ്ടായിരുന്നു. കൊറിയർ അയച്ച് ചായയും കുടിച്ച് നേരെ വീട്ടിലേക്ക്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബാക്കി വീഡിയോ ആയിട്ട് നാളെ കാണാം. ബൈ ഗൈസ്.